Hi, Namaste, welcome back viewers, welcome back to my channel Vintrader. ഞാൻ ഇന്ന് ക്രൂഡ് ഓയിലിൻ്റെ സ്കാൽപ്പിംഗ്, അതായത് 5 മിനിറ്റ്സിൻ്റെയും 15 മിനിറ്റ്സിൻ്റെയും രണ്ടിൻ്റെയും ചാർട്ടിൻ്റെ പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. അതിൻ്റെ രണ്ടിൻ്റെ വ്യത്യാസം, അതേപോലെ തന്നെ നമുക്ക് മോർണിംഗിൽ ട്രേഡ് ചെയ്യാൻ സമയമില്ലാത്ത ഒരുപാട് പേരുണ്ട്, ജോലിയിൽ ഒരുപാട് ബിസിയായ ആളുകൾക്ക് നമുക്ക് മോർണിംഗ് മാർക്കറ്റ് നമുക്ക് നോക്കാനുള്ള സമയമില്ലാത്തവർക്ക് പ്രത്യേകിച്ചും നമുക്ക് യൂസ്ഫുള്ളായ സ്ട്രാറ്റജിയാണ് ക്രൂഡ് ഓയിലിൻ്റെ. എളുപ്പം ഈസി ആയിട്ട് പ്രോഫിറ്റ് നേടാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ് സ്കാൽപ്പിംഗ് ആവട്ടെ, ഇൻട്രാഡേ ഒക്കെ നല്ല മൂവ്മെൻ്റ് ഉള്ള മാർക്കറ്റാണ്. അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന സ്കാൽപ്പിംഗ്, അതായത് 5 മിനിറ്റ്സിൻ്റെയും 15 മിനിറ്റ്സിൻ്റെയും വ്യത്യാസമാണ്. അതിൽ നമ്മൾ സോഫ്റ്റ്വെയറിൽ ഇപ്പോൾ 5 മിനിറ്റ്സിൽ പിടിച്ച ട്രേഡ്, 15ൽ പിടിച്ച ട്രേഡ്, അതിൽ കമ്പയർ ചെയ്തിട്ട് ആക്യുറേറ്റ് ആയിട്ട് ട്രേഡ്, നമുക്ക് ഫേക്ക് ആയിട്ട് പോകുന്ന അപ്പ് ഡൗൺസ് ഒക്കെ തിരിച്ചറിഞ്ഞ് എങ്ങനെ ട്രേഡ് എടുക്കാം എന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതേ നമുക്ക് ക്രൂഡ് ഓയിൽ മാത്രമല്ല, നമുക്ക് നിഫ്റ്റി ആയിക്കോട്ടെ, ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ, ഓപ്ഷൻസ് ആയിക്കോട്ടെ, സ്റ്റോക്ക് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ക്രൂഡ് ഓയിൽ, കമ്മോഡിറ്റി മാർക്കറ്റ്, പിന്നെ അതേപോലെ ഫോറക്സ്, ഇങ്ങനെ എല്ലാ മാർക്കറ്റും സപ്പോർട്ട് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്യുറേറ്റ് ട്രേഡ് കണ്ടുപിടിക്കാം, ഫേക്ക് ആയിട്ട് പോകുന്ന അപ്പ് ഡൗൺസ് തിരിച്ചറിയാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ട്രേഡ് എടുക്കുന്ന എവിടെയും നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. ഇപ്പം ഒരു മാർക്കറ്റ് ഇപ്പോൾ ഓൾറെഡി ഇറങ്ങിപ്പോയല്ല, കയറിപ്പോയി, നമുക്ക് ഓൾറെഡി ട്രേഡ് കിട്ടിയില്ല, കഴിഞ്ഞു പോയി, ഇനി എവിടെ ട്രേഡ് എടുക്കണമെന്ന് കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് കറക്റ്റായിട്ട് അടുത്ത ട്രേഡ് എവിടെ നിന്നാണെന്ന് കണ്ടുപിടിച്ച് ട്രെൻഡ് നോക്കിയിട്ട് നമുക്ക് ഈസി ആയിട്ട് നെക്സ്റ്റ് ട്രേഡ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എക്സാമ്പിൾ, ഓൾറെഡി ഇപ്പം തന്നെയുള്ള ട്രേഡ്, ഇപ്പം ക്രൂഡ് ഓയിൽ ഓൾറെഡി മാർക്കറ്റ് 70 പോയിന്റ്സ് ഇറങ്ങിയിരിക്കുകയാണ്. അടുത്ത ട്രേഡ് ഇപ്പം ഇതുവരെ എടുക്കാത്തവർക്ക് ഇപ്പം മാർക്കറ്റ് പിന്നെ ഇറങ്ങുന്നതാണ്, അടുത്ത ട്രേഡ് എടുക്കാനുള്ള അവസരം നമുക്ക് ഈ ട്രെൻഡ് നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ജസ്റ്റ് സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. നമ്മൾ 15 മിനിറ്റ്സ് ആണ് എപ്പോഴും ക്രൂഡ് ഓയിൽ വെക്കേണ്ടത്, അതാണ് കുറച്ചുകൂടെ ആക്യുറേറ്റ് ട്രേഡ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ക്രൂഡ് ഓയിൽ ബൈ തന്നെയായിരുന്നു. ഇന്നാണ് പ്രോപ്പർ ഡൗൺ ഇറങ്ങിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു മാർക്കറ്റ് ക്ലോസിംഗിൽ ഒരു ഡൗൺ ഇറങ്ങിയിട്ടുണ്ട്, പിന്നെയും ഇന്ന് മാർക്കറ്റ് മോർണിംഗിൽ ഒരു ചെറിയ കയറ്റം കയറി. അത് കഴിഞ്ഞിട്ട് അപ്രോക്സിമേറ്റ് 1 മണിക്ക് ശേഷമാണ് മാർക്കറ്റ് ഇറങ്ങിയത്. അവിടെ നിന്നൊരു നല്ല ഡൗൺഫോൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഡൗൺ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഹോൾഡ് ചെയ്യാൻ തന്നെയാണ് നമ്മുടെ സോഫ്റ്റ്വെയർ പറയുന്നത്. അതിൽ 15 മിനിറ്റ്സിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ലേറ്റസ്റ്റ് വെർഷൻ ബാർ ചാർട്ടാണ്. ഈ ബാർ ചാർട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൈഡ് വേസ് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാം. എക്സ്ട്രാ കളർ വഴി കാണിച്ചു വരുന്നത് നമുക്ക് ട്രേഡ്, പ്രോപ്പർ ട്രേഡ് വന്നില്ല നമുക്ക് അവിടെ എക്സ്ട്രാ കളർ നമുക്ക് കാണിച്ചു വരും. അവിടെ ഒരു പ്രോപ്പറായിട്ട് ബൈ ഇൻഡിക്കേഷൻ ഇല്ലാന്ന് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാം. അപ്പോൾ 15 മിനിറ്റ്സ് നോക്കുമ്പോൾ നമുക്ക് ബൈ ട്രേഡ് വന്നിരുന്നില്ല. ബൈ സിക്കിൾ ഉണ്ടായിരുന്നെങ്കിലും താഴെ ഗ്രീൻ ആണെങ്കിലും നമുക്ക് അവിടെ കളർ ബ്ലൂ ആണ് കാണിച്ചിരുന്നത്, അവിടെ ട്രേഡ് ഉണ്ടായിരുന്നില്ല. എന്നാൽ സെല്ലിന് ഇൻഡിക്കേഷൻ നമുക്ക് അവിടെ വന്നപ്പോൾ തന്നെ താഴെ മാറി, ക്യാൻഡിൽ കളർ റെഡായി, അവിടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് നല്ല രീതിയിൽ താഴ്ത്തിറങ്ങി. ഇപ്പോൾ 54 പോയിന്റ്സ് നമുക്ക് പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. അതിൻ്റെ എൻട്രി പോയിന്റ് നമുക്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട്, ടാർഗറ്റ് താഴെ. ഇപ്പോൾ സിഗ്നൽ വന്ന സമയത്ത് നമുക്ക് ഓൾറെഡി താഴെ അവിടെ റെഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്യാൻഡിൽ നമുക്ക് എടുക്കാമായിരുന്നു. അവിടെ നിന്ന് 2 ക്യാൻഡിൽ റെഡായി, മൂന്നാമത്തെ ക്യാൻഡിൽ തിരിച്ചു പോയി. അവിടുന്ന് മാർക്കറ്റ് ഒരു ചെറുതായിട്ടൊന്ന് കയറിയ ശേഷമാണ് പിന്നെ ഇറങ്ങിയിരിക്കുന്നത്. അവിടുന്ന് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് നല്ല രീതിയിൽ താഴ്ത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും താഴ്ത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നു. മാർക്കറ്റ് ധൈര്യമായിട്ട് ട്രേഡ് ഹോൾഡ് ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പം നോക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് മാർക്കറ്റ് കയറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു ബൈ ഇൻഡിക്കേഷൻ തന്നിട്ടില്ല. തിരിച്ചവിടെ നെക്സ്റ്റ് ഒരു ബ്രേക്കിൽ നമുക്ക് അടുത്ത ട്രേഡ് വരും. അവിടുന്ന് സപ്പോർട്ടിനെ കട്ട് ചെയ്താൽ പിന്നെ അടുത്ത ട്രേഡാണ്. അവിടെ സോഫ്റ്റ്വെയർ റീഎൻട്രി നമ്മൾ സജഷനായിട്ട് തരികയും ചെയ്യും. നമുക്ക് ക്രൂഡ് ഓയിൽ എപ്പോഴും, അതായത് കമ്മോഡിറ്റി മാർക്കറ്റിൽ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് ടൈമിൽ 15 മിനിറ്റ്സ് ആണ്. 15 മിനിറ്റ്സ് ആണ് ഇൻട്രാഡേക്ക് വെക്കാൻ നല്ലത്. 5 മിനിറ്റ്സിൽ ഒരുപാട് ട്രേഡുകൾ വരും, എല്ലാം കൂടെ കൺഫ്യൂഷൻ ആകും. പക്ഷെ നമുക്ക് പെട്ടെന്ന് ട്രേഡ് വേണം, നമുക്ക് 5 എടുക്കാം, അത്രയും നമുക്ക് പെട്ടെന്ന് റിവേഴ്സിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ 5ഉം കൂടെ നമുക്ക് കമ്പയർ ചെയ്താൽ നമുക്ക് ആക്ച്വലി പ്രോപ്പറായിട്ട് റിവേഴ്സ് പോകുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എക്സിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ 5ലെ ട്രേഡ് വെച്ച് നോക്കുമ്പോൾ ഇന്നൊരു ബൈ ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നു. സിഗ്നലിൽ വന്നതിന് ശേഷം കൺഫേം ആയി റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ട്രേഡ് പോയി. ഇവിടുന്ന് ട്രേഡ് പോയിട്ടുണ്ടായിരുന്നു, അവിടുന്ന് മാർക്കറ്റ് കയറി. അപ്പോൾ അവിടെ എടുത്തില്ല, അടുത്ത ട്രേഡ് ഇവിടെ എടുക്കാം. അവിടുന്ന് മാർക്കറ്റ് കയറിയിട്ടുണ്ട്, ചെറിയ റിട്ടേൺ പിടിച്ചിട്ടുണ്ട്. നമുക്ക് 5452 നമ്മൾ എൻട്രി എടുത്തത് 71 വരെ പോയിട്ടുണ്ട്. അവിടുന്ന് പിന്നെ മാർക്കറ്റ് ഡൗണിഷ് ആയിരുന്നു. ഡൗൺ വന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇറങ്ങിയ ശേഷം പിന്നെ റിട്രേസ്, പിന്നെ ചെറുതായിട്ടൊന്ന് കയറിയ ശേഷമാണ് പിന്നെ ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പക്ഷേ പ്രോപ്പറായിട്ട് ആ സിഗ്നൽ വന്ന് കൺഫർമേഷൻ കറക്റ്റ് ലെവൽ വന്നിരുന്നില്ല. ഇപ്പം ഇവിടെ സിഗ്നൽ വന്നതിന് ശേഷം താഴത്തെ ആ ലെവൽ ഗ്രീൻ ആയിരുന്നു, അവിടുന്ന് കൺഫർമേഷൻ വന്നപ്പോൾ ഈ ലെവലിലേക്ക് വന്നു. പിന്നെ അവിടുന്ന് ചെറിയ കയറ്റം, ഓൾറെഡി ഇത്ര ഇറങ്ങിയോണ്ട് ചെറിയ കയറ്റത്തിൽ ഇവിടെ എൻട്രി എടുക്കാൻ പറ്റുള്ളായിരുന്നു. അവിടുന്ന് നമുക്ക് ഓൾറെഡി 5450 എന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ നമുക്ക് മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. 74 വരെ ഒറ്റ ഇറക്കമായിരുന്നു. അടുത്ത പിന്നെയും ഇവിടുന്ന് ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടുന്ന് പിന്നെ ഇനി സപ്പോർട്ടിനെ ഇനി അടുത്ത കട്ട് ചെയ്ത് അടുത്ത റീ എൻട്രി വരും, അവിടെ നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. അവിടെ സോഫ്റ്റ്വെയറുടെ റീ എൻട്രി സെഷനായിട്ട് നമുക്ക് അടുത്ത എൻട്രി എടുക്കാനുള്ള അവസരം അവിടെ തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ടും ഒരു ഡെമോ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്താൽ മതി.
അപ്പോൾ ഇതിന് നമ്മുടെ സോഫ്റ്റ്വെയർ ലേറ്റസ്റ്റ് വേർഷൻ പ്രത്യേകത സൈഡ് വേസ് സിൻഡിഫിക്കേഷൻ ആയിട്ട് എക്സ്ട്രാ കളർ വഴി കാണിച്ചു കൊടുക്കും. നമുക്ക് ട്രേഡ് എടുത്തിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് റിവേഴ്സ് പോകുമ്പോൾ സൈഡ് വേസ് സിൻഡിഫിക്കേഷൻ അവിടെ എക്സിറ്റ് ചെയ്യാൻ പറയുന്നതായിട്ട് ഇൻഡിക്കേഷൻ നമുക്ക് കാണിച്ചു തരാം. അതേപോലെ തന്നെ ട്രെൻഡ് റിവേഴ്സ് നമുക്ക് കറക്റ്റായിട്ട് എക്സിറ്റ് ലെവൽ എവിടെ നിന്നാണ് കണ്ടുപിടിക്കുക എളുപ്പമുണ്ട്. പിന്നെ അതേപോലെ മാർക്കറ്റ് തിരിച്ചു കയറും, അത് രണ്ടാമത് ഇനി മാർക്കറ്റ് തിരിച്ചിറങ്ങാൻ സാധ്യത നമുക്ക് ആ ട്രേഡ് ആക്യുറേറ്റ് ട്രേഡ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്താൽ മനസ്സിലാവും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യും. താങ്ക് യു.